ഇതൊക്കെ ശ്രീനിവാസന് മാത്രമേ മനസ്സിലാക്കൂ. പക്ഷേ ഒരു രസം കൂടി പറയാം. നമ്മൾ ഇത്രയും പറഞ്ഞു വന്നപ്പോൾ എന്ത് മനസ്സിലായി? ശ്രീനിവാസൻ ഒരു ജീനിയസ് ആണ്, ഭയങ്കരമാണ്, ഭയങ്കര ബുദ്ധിമാനാണ്, ബുദ്ധി രാക്ഷസനാണ്. പക്ഷേ അദ്ദേഹം അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഈ കൃഷിയെ സ്നേഹിച്ചു. അപ്പം മമ്മൂട്ടിയായിട്ട് പുള്ളി തെറ്റലായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. മമ്മൂട്ടിയുടെ വയലിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ജൈവ നെല്ല് എന്ന് മമ്മൂട്ടി. അതല്ല, അതിനേക്കാൾ മികച്ച നെല്ലാണ് എൻ്റെ വയലിൽ ഉണ്ടാകുന്നത് എന്ന ആ അരിയാണ് ഏറ്റവും നല്ലത് എന്ന് ഇവർ തമ്മിൽ ഒരു ചെറിയ പ്രശ്നത്തിന് പുറത്തിൽ അവസാനം അത്ര സുഖത്തിലായിരുന്നില്ല. കാരണം ഈ അരിയാണ് കുഴപ്പമുണ്ടാക്കിയത്. ജൈവ കൃഷി ഇവർ തമ്മിൽ മത്സരിച്ചു. മമ്മൂട്ടി പറയുന്നു അദ്ദേഹത്തിന്റെ വയലിലാണ് ഏറ്റവും മികച്ച ജൈവ നെല്ല് വിളഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതല്ല എൻ്റെതാണെന്ന് ശ്രീനേട്ടൻ. അങ്ങനെ ഇവർ തമ്മിൽ തെറ്റി. അപ്പോൾ ഈ ശ്രീനേട്ടൻ നമ്മൾ വിചാരിക്കും ഭയങ്കര ജീനിയസ് എന്നൊക്കെ. നിങ്ങൾ ഇത്രയും കേട്ടല്ലോ, വളരെ സാധാരണക്കാരനായ ഒരു മലയാളിയാണ് ഒരു വശത്ത്. അങ്ങനെ മോഹൻ ഡയറക്ടറൊക്കെ ആവുന്നതിന് മുമ്പ് മോഹനെ എങ്ങനെയെങ്കിലും ഒന്ന്, അളിയൻ കൂടിയാണല്ലോ, ഒന്ന് രക്ഷിച്ചു വിടണം എന്ന് പറഞ്ഞിരുമ്പോൾ മദ്രാസിൽ വെച്ച് അടൂർ പങ്കജൻ ചേച്ചിയുടെ മകൻ അജയൻ ഒരു കണ്ടുപിടുത്തമായിട്ട് വരുന്നു. ബ്രൂണൈ രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി മാവേലിക്കരക്കാരൻ്റെ ഒരു നായരാണ് എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ ബ്രൂണൈ രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി വിചാരിച്ചാൽ മോഹനെ അങ്ങ് ബ്രൂണയിൽ കൊണ്ടുപോയി അവിടുത്തെ പ്രധാനമന്ത്രിയുടെ സ്റ്റാഫിൽ, പ്രസിഡന്റിന്റെ സ്റ്റാഫിൽ, രാജാവിന്റെ സ്റ്റാഫിൽ കയറ്റാം. അപ്പൊ ശ്രീയേട്ടൻ നോക്കിയാൽ മോഹന്റെ ജീവിതം അങ്ങ് രക്ഷപ്പെടും, മോഹനെ പതുക്കെ കയറ്റി വിടാം. അങ്ങനെ 5 ലക്ഷം രൂപ ബ്രൂണൈ രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ നായർക്ക് കൊടുക്കാൻ വേണ്ടി ഈ അജയനെ ഏൽപ്പിച്ചു. അങ്ങനെ പൈസ കളഞ്ഞ ഒരു ഇതെല്ലാം വരവേൽപ്പ് എഴുതിയ, സന്ദേശം എഴുതിയ, ഇതെല്ലാം എഴുതിയ ശ്രീനിവാസൻ എന്ന ആൾ വളരെ വലിയ ജീനിയസ് ആണ്. നമ്മൾ പറയുമ്പോഴും ഇങ്ങനെ ഒരു മലയാളി അദ്ദേഹത്തിന്റെ ഉള്ളിൽ, ഈ വിസയ്ക്ക് 5 ലക്ഷം രൂപ കൊടുത്ത മലയാളി അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അദ്ദേഹം തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ മണ്ടത്തരം പറ്റിയടാ എന്ന് എന്നോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ശ്രീനിവാസനും ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് രസത്തിന് പറഞ്ഞതാണ്. കാരണം ഇതൊക്കെ എത്ര വലിയ ബുദ്ധിമാനാണ്, ജീനിയസ് എന്ന് പറഞ്ഞാലും അതിന്റെ സൈഡിൽ നമ്മളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി